അതോ മുകേഷ് പീഡിപ്പിച്ചത് സ്ത്രീയെ അല്ല എന്നാണോ? പി ശശിയും പി കെ ശശിയും കടകംപള്ളിയും തോമസ് ഐസക്കും അങ്ങനെ തുടങ്ങി ഗണേഷ് കുമാറും മുഹമ്മദ് റിയാസിൽ വരെ എത്തി നിൽക്കുന്ന ആളുകളൊന്നും പീഡിപ്പിച്ചത് സ്ത്രീകളെ അല്ല എന്നാണോ? അപ്പോ എന്താണ് നിങ്ങളുടെ വാദഗതി എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഈ വാദങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് എന്നും മനസ്സിലാവുന്നില്ല. ധാർമ്മികതയാണ് പ്രശ്നമെങ്കിൽ അവിടെ പിന്നെ ഈ വാദഗതികൾക്കൊന്നും സ്ഥാനമില്ലല്ലോ ഗോവിന്ദ. നിങ്ങളുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച് MLA ആയി MLA സ്ഥാനത്ത് തുടരുന്ന ഒരു വ്യക്തി, അയാൾക്കെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുമ്പോൾ ധാർമ്മികതയാണ് പ്രശ്നമെങ്കിൽ ആരോപണങ്ങൾ വരുമ്പോൾ അയാളെ എടുത്ത് പുറത്തിടണം, അയാളിൽ നിന്ന് രാജി എഴുതി വാങ്ങണം. അതല്ല ന്യായീകരണങ്ങളാണ് പ്രശ്നമെങ്കിൽ പല ന്യായീകരണങ്ങളും മറക്കാം. ഇത്തരത്തിൽ അയാൾ പാർട്ടി അംഗമല്ലെന്ന് പറയാം, ഇവരൊക്കെ അകത്തോട്ട് കയറ്റിയതിന്റെ അളവ് കുറഞ്ഞെന്ന് പറയാം, ഉള്ളിലിട്ട തുള്ളിയുടെ അളവ് കുറഞ്ഞെന്ന് പറയാം, പുറത്തിട്ട തുള്ളിയുടെ അളവ് കൂടുതലാണെന്ന് പറയാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അണ്ടിയുടെ നീളവും ബീജത്തിന്റെ എണ്ണവും വലിയ വിനയാകും, അല്ലെങ്കിൽ അതാവാം മേട്ടം. കാരണം നിങ്ങളുടെ കയ്യിൽ അളക്കാനുള്ള മെഷീൻ ഉണ്ടല്ലോ. PK ശ്രീമതിയും AK ബാലനും അതിൽ വൈദഗ്ധ്യമുള്ളവരാണല്ലോ, അവരാണല്ലോ ട്രെയിൻഡ് പേഴ്സൺസ്. ഈ മെഷീൻ കൈകാര്യം ചെയ്യാൻ വളരെയധികം കാര്യക്ഷമതയോടുകൂടി കൈകാര്യം ചെയ്യാൻ എല്ലാ പരിജ്ഞാനവും ഉള്ളവർ PK ശ്രീമതിയും AK ബാലനുമാണല്ലോ. അങ്ങനെ അവരുള്ളത് കൊണ്ട് ഈ പറയുന്ന അനുഭവ സമ്പത്താണോ മിസ്റ്റർ ഗോവിന്ദൻ എല്ലാത്തിന്റെയും മാനദണ്ഡം?